ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഊർജ്ജ മേഖലയിൽ ഉൾപ്പെടെ ദേശീയ താൽപര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പരസ്പരം സഹകരണം തുടരുമെന്ന് ഇന്ത്യ ഭൂട്ടാൻ സംയുക്ത പ്രസ്താവന. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ഊർജിതമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ പട്ടികയിൽ മറ്റന്നാൾ വരെ പേര് ചേർക്കാം. മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഈ മാസം 28 വരെ ED കസ്റ്റഡിയിൽ വിട്ടു. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ ഭീകരാക്രമണം, 40-ലേറെ പേർ കൊല്ലപ്പെട്ടു. IPL 17-ാം സീസന്റെ ഉദ്ഘാടന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 6 വിക്കറ്റ് വിജയം. വാർത്തകൾ വിശദമായി. ദേശീയ താൽപര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പരസ്പരം സഹകരണം തുടരാൻ ഇന്ത്യയും ഭൂട്ടാനും സമ്മതിച്ചു. ജലവൈദ്യുതി, സൌരോർജ്ജം, ഹരിത ഹൈഡ്രജൻ എന്നീ മേഖലകളിൽ ഇന്ത്യയും ഭൂട്ടാനും ശുദ്ധ ഊർജ്ജ പങ്കാളിത്തം വിപുലീകരിക്കുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭൂട്ടാൻ സന്ദർശനത്തെ തുടർന്നുള്ള സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. മേഖലയിലെ ഊർജ്ജ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി പുതിയ പദ്ധതികൾ സംയുക്തമായി വികസിപ്പിക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. റെയിൽ ലിങ്കുകൾ, റോഡുകൾ, വ്യോമജലപാതകൾ, ചരക്കുകളുടെയും സേവനങ്ങളുടെയും തടസ്സമില്ലാത്ത നീക്കം, വ്യാപാര അടിസ്ഥാന സൌകര്യങ്ങൾ, സാമ്പത്തിക ഡിജിറ്റൽ കണക്ടിവിറ്റി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള പങ്കാളിത്തം പിന്തുടരാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചു. ഭൂട്ടാൻ രാജാവ് ജിഗ്മെ ഖേസർ നംഗ്യാൽ വാങ്ചുക് ഇന്നലെ ഭൂട്ടാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദ ഡ്രഗ് ഗാൽപോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ഈ പുരസ്കാരം തന്റെ വ്യക്തിപരമായ നേട്ടമല്ല, ഇന്ത്യയുടെയും 140 കോടി ഇന്ത്യക്കാരുടെയും അഭിമാനമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ വിദേശ നേതാവാണ് ശ്രീ മോദി. മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഈ മാസം 28 വരെ ED കസ്റ്റഡിയിൽ വിട്ടു. പ്രത്യേക CBI കോടതി ജഡ്ജി കാവേരി ബവേജയാണ് കസ്റ്റഡി അനുവദിച്ചത്. കെജ്രിവാളിനെ 10 ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട ED മദ്യനയ അഴിമതിയുടെ പിന്നിൽ കെജ്രിവാളാണെന്ന് കോടതിയെ അറിയിച്ചു. ഇപ്പോൾ പിൻവലിച്ച മദ്യനയം രൂപീകരിക്കുന്നതിൽ കെജ്രിവാളിന് നേരിട്ട് പങ്കുണ്ടെന്നും ED അറിയിച്ചു. ജയിലിൽ നിന്ന് പോലും രാജ്യത്തിനായി പ്രവർത്തിക്കുമെന്ന് കോടതിയിലേക്ക് പോകുന്നതിനിടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയായി തുടരുമെന്ന് ആം ആദ്മി പാർട്ടി അറിയിച്ചു. കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ രാഷ്ട്രീയ ഉപകരണമായി ED മാറിയെന്നും പാർട്ടി നേതൃത്വം ആരോപിച്ചു. ഡൽഹിയിലെ മദ്യ കുംഭകോണത്തിന്റെ സൂത്രധാരൻ ഒടുവിൽ നിയമത്തിന്റെ കസ്റ്റഡിയിലായെന്ന് BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ സ്മൃതി ഇറാനി. കെജ്രിവാൾ അഴിമതിക്കായി ഭരണ സംവിധാനം ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെ അവർ ആരോപിച്ചു. ഭരണഘടനാ പദവിയിലിരുന്ന് ഒരാൾ അഴിമതിയെ എങ്ങനെ നിർവചിക്കുന്നു എന്ന് രാജ്യം കണ്ടുവെന്നും അവർ പറഞ്ഞു. അതേസമയം കെജ്രിവാൾ മുഖ്യമന്ത്രിയായി തുടരുമെന്ന് AIP നേതാവും ഡൽഹി മന്ത്രിയുമായ ആദിഷി പ്രതികരിച്ചു. ഒരു ഭരണഘടനാ വ്യവസ്ഥയും അദ്ദേഹം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ലെന്നും അവർ പറഞ്ഞു. ഡൽഹി മന്ത്രിസഭ ഭദ്രമാണെന്നും എല്ലാ വകുപ്പും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷത്തിനെതിരെ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്തതിന്റെ തെളിവുകൾ ഹാജരാക്കിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തിയ സർവകക്ഷി പ്രതിപക്ഷ പ്രതിനിധി സംഘം പറഞ്ഞു. 2024 പൊതു തെരഞ്ഞെടുപ്പ് കുറ്റമറ്റ രീതിയിൽ നടത്താനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് സ്വതന്ത്രവും നീതിയുക്തവുമാണെന്ന് ഉറപ്പാക്കാൻ 2100 നിരീക്ഷകരെ വിന്യസിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ. കേന്ദ്ര നിരീക്ഷകർക്കാണ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെയും റിട്ടേണിംഗ് ഓഫീസർമാരുടെയും മേൽനോട്ട ചുമതല. തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കിടെ ബലപ്രയോഗം, പ്രേരണ, ഭീഷണി എന്നിവ ഉണ്ടാകുന്നത് തടയുക എന്നതായിരിക്കും നിരീക്ഷകരുടെ പ്രാഥമിക ചുമതല. കൂടാതെ സുരക്ഷാസേനയുടെയും പോളിംഗ് ഉദ്യോഗസ്ഥരുടെയും വോട്ടിംഗ് യന്ത്രങ്ങളുടെയും നീതിപൂർവമായ വിന്യാസത്തിനും മേൽനോട്ടം വഹിക്കും. സുതാര്യത ഉറപ്പാക്കുന്നതിനായി നിരീക്ഷകർ മണ്ഡലങ്ങളിൽ തുടരണം. അവരുടെ വെബ്സൈറ്റുകളും മാധ്യമ സംവിധാനവും ഉൾപ്പെടെ വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെ ലഭ്യമാക്കണം. പോളിംഗ് സ്റ്റേഷനുകളിൽ സന്ദർശനം നടത്തണമെന്നും നിർദ്ദേശമുണ്ട്. നിരീക്ഷകർ രാഷ്ട്രീയ പാർട്ടികളുമായും കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 17 സംസ്ഥാനങ്ങളിലെയും ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 ലോക്സഭാ മണ്ഡലങ്ങളിൽ ആദ്യഘട്ടത്തിൽ ഏപ്രിൽ 19 വോട്ടെടുപ്പ് നടക്കും. മേഘാലയയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള നടപടികൾ ഇന്നലെ മുതൽ ആരംഭിച്ചു. നാഷണൽ പീപ്പിൾസ് പാർട്ടി സ്ഥാനാർത്ഥി ആപ്രിൻ ലിങ്ഡോ ഷില്ലോങ് ലോക്സഭാ സീറ്റിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മണിപ്പൂരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 2 സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അതേസമയം ഭരണകക്ഷിയായ BJP ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. പശ്ചിമബംഗാളിലെ 4 ജില്ലകളിൽ പുതിയ കളക്ടർമാരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പൂർവ്വ മേദിനിപൂർ, ഝാർഗ്രാം, പൂർവ്വ ബർധമൻ, ബിർഭൂം ജില്ലകളിലെ കളക്ടർമാരെ സ്ഥലം മാറ്റാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ ഉത്തരവിട്ടിരുന്നു. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. വോട്ടർ പട്ടികയിൽ ഇതുവരെ പേര് ചേർത്തിട്ടില്ലാത്തവർക്ക് തിങ്കളാഴ്ച വരെ അതിനുള്ള അവസരമുണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. voters.eci.gov.in എന്ന പോർട്ടൽ വഴിയും
വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് ഉപയോഗിച്ചും ബൂത്ത് ലെവൽ ഓഫീസർമാർ വഴിയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. ഈ മാസം 28-നാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. ഏപ്രിൽ 26-നാണ് വോട്ടെടുപ്പ്. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ കൊച്ചിയിൽ അവലോകന യോഗം ചേരും. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലെ ഉദ്യോഗസ്ഥരാണ് പങ്കെടുക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഊർജ്ജ സംരക്ഷണത്തിനായി ആഗോള ജനത ഒരുമിക്കുന്ന ഭൌമ മണിക്കൂർ ആചരണം ഇന്ന്. രാത്രി 8:30 മുതൽ 1 മണിക്കൂർ അനിവാര്യമല്ലാത്ത വൈദ്യുതി വിളക്കുകൾ അണച്ചാണ് ഭൌമ മണിക്കൂറിൽ പങ്കാളികളാകേണ്ടത്. 2007-ൽ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ആണ് ഈ ആശയം പ്രാവർത്തികമാക്കിയത്. ക്രമക്കേടുകൾ നടത്തിയതിന് 20 സ്കൂളുകളുടെ അംഗീകാരം CBSE റദ്ദാക്കി. ഡൽഹിയിൽ മാത്രം 5 സ്കൂളുകളുടെ അംഗീകാരമാണ് റദ്ദാക്കിയത്. ബോർഡ് നടത്തിയ അപ്രതീക്ഷിത പരിശോധനയിൽ അംഗീകാര നടപടികൾ, പരീക്ഷാ മാനദണ്ഡങ്ങൾ എന്നിവ പാലിക്കുന്നതിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് കർശന നടപടി സ്വീകരിച്ചത്. ഹരിയാന കാർഷിക സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ പയറുവിളകളെ ബാധിക്കുന്ന പുതിയ തരം രോഗം കണ്ടെത്തി. വിച്ചസ് ബ്രൂം എന്നാണ് ഇതിനെ പേരിട്ടിരിക്കുന്നത്. ഈ പുതിയ രോഗത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് പ്ലാന്റ് ഡിസീസ് ജേണലിൽ പ്രസിദ്ധീകരിച്ചു. ഝാർഖണ്ഡിലെയും തെലങ്കാനയിലെയും ഗവർണർ CP രാധാകൃഷ്ണൻ ഇന്നലെ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി ചുമതലയേറ്റു. പുതുച്ചേരി രാജ് നിവാസിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് SV ഗംഗാപുർവാല സത്യവാചകം ചൊല്ലിക്കൊടുത്തു. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയ്ക്ക് സമീപത്ത് അക്രമികൾ നടത്തിയ വെടിവയ്പിൽ 40 പേർ കൊല്ലപ്പെട്ടു. 100-ലധികം പേർക്ക് പരിക്കേറ്റു. മോസ്കോയുടെ പ്രാന്തപ്രദേശത്തുള്ള ക്രോക്കസ് സിറ്റി ഹാൾ വേദിയിൽ ആയുധധാരികളായ 3 പേരാണ് വെടിയുതിർത്തത്. സംഭവ സ്ഥലത്തേക്ക് പ്രത്യേക സേനയെ വിന്യസിച്ചു. ആക്രമണത്തിൽ പങ്കില്ലെന്ന് ഉക്രൈൻ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് അമേരിക്ക അറിയിച്ചു. ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കാൻ ലക്ഷ്യമിട്ട് ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ അമേരിക്ക നിർദ്ദേശിച്ച പ്രമേയം റഷ്യയും ചൈനയും വീറ്റോ ചെയ്തു. ഇസ്രയേലിനെ സമ്മർദ്ദത്തിലാക്കുന്നതിൽ അമേരിക്കയുടെ ശ്രമങ്ങൾ കപടവും നിഷ്ഫലവുമാണെന്ന് റഷ്യ കുറ്റപ്പെടുത്തി. 15-അംഗ രക്ഷാസമിതിയിൽ 11 അംഗങ്ങൾ അനുകൂലിച്ചും 3 പേർ എതിർത്തും വോട്ട് ചെയ്തു. ഒരാൾ വിട്ടുനിന്നു. ഗാസയിൽ വഷളായിക്കൊണ്ടിരിക്കുന്ന മാനുഷിക സാഹചര്യത്തെക്കുറിച്ച് UN രക്ഷാസമിതി ഇതിനകം 2 പ്രമേയങ്ങൾ അംഗീകരിച്ചിരുന്നു. എന്നാൽ അവ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്നതല്ല. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ 17-ാം പതിപ്പിന് ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ താരനിബിഡമായ ചടങ്ങിൽ വർണ്ണാഭമായ തുടക്കം. ഇന്നലെ രാത്രി നടന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. 174 റൺസ് പിന്തുടർന്ന ചെന്നൈ 6 വിക്കറ്റും 8 പന്തും ശേഷിക്കെ ലക്ഷ്യം മറികടന്നു. ആദ്യം ബാറ്റ് ചെയ്ത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 173 റൺസ് എടുത്തു. ചെന്നൈക്കായി രച്ചിൻ രവീന്ദ്ര 15 പന്തിൽ 37 റൺസ് നേടിയപ്പോൾ ബാംഗ്ലൂരിനായി അനുജ് റാവത്ത് 25 പന്തിൽ 48 റൺസ് നേടി. ഇന്ന് വൈകിട്ട് 3:30 മൊഹാലിയിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും രാത്രി 7:30 സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും നേരിടും. ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് സ്വിസ് ഓപ്പൺ ടൂർണമെന്റിന്റെ സെമി ഫൈനലിൽ കടന്നു. പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ലീ ചിയ ഹാവോയെ 21-10, 21-14 എന്ന സ്കോറിനാണ് ശ്രീകാന്ത് 35 മിനിറ്റിനുള്ളിൽ തകർത്തത്. വടക്കുകിഴക്കൻ ഇന്ത്യയിൽ ഈ മാസം 26 വരെ ശക്തമായ മഴയും ഇടിമിന്നലും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 5 ദിവസങ്ങളിൽ അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, സിക്കിം, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ വ്യാപകമായ മഴയുണ്ടാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ഊർജ്ജ മേഖലയിൽ ഉൾപ്പെടെ ദേശീയ താൽപര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പരസ്പരം സഹകരണം തുടരുമെന്ന് ഇന്ത്യ ഭൂട്ടാൻ സംയുക്ത പ്രസ്താവന. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ഊർജിതമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ പട്ടികയിൽ മറ്റന്നാൾ വരെ പേര് ചേർക്കാം. മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഈ മാസം 28 വരെ ED കസ്റ്റഡിയിൽ വിട്ടു. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ ഭീകരാക്രമണം, 40-ലേറെ പേർ കൊല്ലപ്പെട്ടു. IPL 17-ാം സീസണിന്റെ ഉദ്ഘാടന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 6 വിക്കറ്റ് വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.